പ്രൈസ് ദി ലോർഡ്. യോബ് 13:15 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ യോബിനെ പോലെ നാം കഷ്ടതയുടെയും നിസ്സഹായതയുടെയും അഗ്നികുണ്ഡങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം തകർന്നടിഞ്ഞതായി തോന്നിയേക്കാം. സമ്പത്തും ആരോഗ്യവും സ്നേഹബന്ധങ്ങളും നഷ്ടമായി, എന്തിന് സ്വന്തം അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിമിഷം നമുക്കുണ്ടായേക്കാം. ലോകം കണ്ട ഏറ്റവും വലിയ ദുരിതമനുഭവിച്ച മനുഷ്യനാണ് യോബ്. തൻ്റെ ദുരിതത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടിയില്ലാത്തൊരവസ്ഥയിൽ യോബ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കും. ഈ വാക്കുകൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ ആശ്രയം ദൈവത്തിൻ്റെ ദാനങ്ങളിലോ സൗഭാഗ്യങ്ങളിലോ ആകരുത്. ഈ ലോകത്തിലെ വേദനയും കഷ്ടപ്പാടും നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനിയല്ല. നാം കടന്നു പോകുന്ന അഗ്നി പരിശോധനയുടെ അങ്ങേയറ്റത്ത് നമ്മുടെ ദൈവമുണ്ട്. ഏറ്റവും വലിയ വേദനയുടെ നടുവിലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാനാണ് യോബ് നമുക്ക് നൽകിയ ശക്തമായ സന്ദേശം. ഇന്ന് നിങ്ങൾ കഠിനമായ വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഓർക്കുക, കർത്താവിൻ്റെ ഹിതത്താൽ സംഭവിച്ചതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം അവൻ്റെ വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുക. മരണത്തേക്കാൾ ശക്തമായ വിശ്വാസമാണ് യോബ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന തീച്ചൂള എത്ര വലുതായാലും നിങ്ങളുടെ വിശ്വാസം അതിനേക്കാൾ ശക്തമാണെന്നറിയുക. പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.